നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറി മൊബൈൽ ഉപയോഗിച്ച് സ്വന്തമായിട്ട് എങ്ങനെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ മൊബൈലിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതേ പ്രൊസീജിയർ കൃത്യമായിട്ട് ചെയ്ത് നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എയർ ഇന്ത്യയുടെ വെബ്സൈറ്റിൽ പോയിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഗൂഗിളിൽ എത്തിയതിന് ശേഷം നമുക്കിവിടെ എയർ ഇന്ത്യ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് താഴെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറാം. ബുക്ക് ഫ്ലൈറ്റ്സ് എന്നത് സെലക്ട് ചെയ്ത് കൊടുത്ത് അപ്പോൾ നമുക്കിവിടെ ഓപ്ഷൻസ് ആദ്യമേ തന്നെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഫ്ലൈറ്റ് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി 1 വേ റൗണ്ട് ട്രിപ്പ് മൾട്ടി സിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് ഡിസംബർ 31 ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഒരു എക്സാമ്പിളാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനെങ്ങനെ ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ഏത് സ്ഥലത്തു നിന്നാണോ എങ്ങോട്ടാണോ പോകേണ്ടത് അതൊക്കെ ഇവിടെ ചേഞ്ച്മെൻറ്റ് വരുത്തുക. അപ്പോൾ ഞാനിവിടെ 1 വേ ആണ്, അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഫ്രം എന്നുള്ളിടത്ത് നമ്മൾ എവിടെ നിന്നാണോ ട്രാവൽ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കൊച്ചി എന്നത് സെലക്ട് ചെയ്ത് കൊടുത്തു. 2 എന്നുള്ളിടത്ത് നമ്മൾ എങ്ങോട്ടാണോ ട്രാവൽ ചെയ്യേണ്ടത്, എനിക്ക് ഡൽഹിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഡൽഹി എന്നുള്ളത് തിരഞ്ഞെടുത്തു. അപ്പം അതിനുശേഷം ഡിപ്പാച്ചർ ഡേറ്റ് നമുക്കിവിടെ കലണ്ടർ വരുന്നതാണ്. നമ്മൾ എന്നാണോ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞാനിവിടെ 31 ഡിസംബർ അത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അഡൽട്ട് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ഉണ്ട്. പാസഞ്ചേഴ്സ് എന്നതിൻ്റെ അകത്ത് നമുക്ക് എത്ര പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്യുന്നു എന്ന് തിരഞ്ഞെടുക്കാം. 12 വർഷത്തിന് എബോ ആണെങ്കിൽ അഡൽട്ട് കാറ്റഗറിയാണ്. 2 തൊട്ട് 11 വർഷത്തിനും ഇടയ്ക്കാണെങ്കിൽ അത് ചിൽഡ്രൻ കാറ്റഗറിയും, ഈ 2 വർഷത്തിൽ താഴെയാണെങ്കിൽ ഇൻഫൻറ്റ് കാറ്റഗറിയാണ്. അപ്പോൾ ഞാനൊരു സിംഗിൾ അഡൽട്ട് മാത്രമാണ് സെലക്ട് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പം അതിനുശേഷം ക്ലാസ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. എക്കണോമി, പ്രീമിയം, ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ എക്കണോമി തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും കൺസെഷൻ ഉണ്ടെങ്കിൽ ഇവിടെ സെലക്ട് ചെയ്യാം. നമുക്കിവിടെ കൺസെഷൻ്റെ അകത്ത് കുറേ കൺസെഷൻ ഉണ്ട്. സ്റ്റുഡൻറ്റ്, സീനിയർ സിറ്റിസൺ, അങ്ങനെ കുറേ ആർമഡ് ഫോഴ്സ്, റിസർവ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ കുറേ ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ കൺസെഷൻ ഒന്നും സെലക്ട് ചെയ്യുന്നില്ല. അതിനുശേഷം ഷോ ഫ്ലൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന 31 ഡിസംബറിൽ 2023 ട്രാവൽ ചെയ്യുന്ന എല്ലാ ഫ്ലൈറ്റിൻ്റെ ലിസ്റ്റ് ലഭിക്കും. നമുക്ക് അനുയോജ്യമായത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ 1 by 1 ആയിട്ട് ഇതൊരു ഫ്ലൈറ്റാണ്, ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇത് സെക്കൻഡ് ഫ്ലൈറ്റാണ്, തേർഡ്, ഇങ്ങനെ നമുക്ക് കുറേ ഫ്ലൈറ്റ്സ് കാണും. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഞാനൊരു ഫ്ലൈറ്റ് സെലക്ട് ചെയ്യുകയാണ്. ഈ ഒരു ഫ്ലൈറ്റ് എനിക്ക് കംഫോർട്ടായിട്ട് തോന്നി. ഈ ഒരു ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഡേ 31 ഡിസംബർ 2023 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 8:45 കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 3 മണിക്കൂറും 20 മിനിറ്റും എടുത്ത് ഡയറക്റ്റ് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് 12 മണിയാകുമ്പോഴത്തേനും എത്തിച്ചേരുന്ന ഒരു ഫ്ലൈറ്റാണ്. അപ്പം ഈ ഒരു ഫ്ലൈറ്റ് എനിക്ക് കംഫോർട്ടായി. ഇതിൻ്റെ പ്രൈസ് 12,027 രൂപ എന്നതാണ് നമ്മുടെ ഫ്ലൈറ്റിൻ്റെ പ്രൈസ്. അപ്പം എനിക്കിത് കംഫോർട്ടായിട്ട് തോന്നി. ഞാനപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്തു. അപ്പം അതിൻ്റെ താഴെ നമുക്ക് ഇവിടെ സെലക്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഫ്ലൈറ്റ് സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കീപ്പ് കംഫോർട്ട് പ്ലസ് എന്നത് തന്നെ തിരഞ്ഞെടുത്ത് കൊടുക്കാം. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യമില്ല. 1-2 ഫ്ലൈറ്റൊക്കെയാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കീപ്പ് കംഫോർട്ട് പ്ലസ് എന്നത് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ ഒരു ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ് വീണ്ടും വന്നിട്ടുണ്ട്. വ്യക്തമായിട്ടൊന്ന് വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് കംഫോർട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ഇവിടെ ടോട്ടലായിട്ട് 12,327 രൂപയാണ് വരുന്നത്. 300 രൂപ കൺവീനിയൻസ് ഫീസും ഒക്കെ ആഡ് ചെയ്ത് ഏത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 300 റുപ്പീസ് കൂടുതലായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫില്ല് പാസഞ്ചേഴ്സ് ഡീറ്റെയിൽസ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫില്ല് പാസഞ്ചേഴ്സ് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് നമ്മുടെ പേര്, അപ്പോൾ ഞാൻ മിസ്റ്റർ ആൽവിൻ, നമ്മൾ ഫസ്റ്റ് നെയിം മുകളിൽ അടിച്ചു കൊടുത്തു. ഇവിടെ ലാസ്റ്റ് നെയിം എന്നുള്ളിടത്ത് നമ്മുടെ സർനെയിം അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സർനെയിമും അടിച്ചു കൊടുത്തു. അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ID കാർഡിലുള്ളത് രീതിയിൽ, പാൻ കാർഡ്, ആധാർ കാർഡിലുള്ള രീതിയിൽ തന്നെ പേര് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ 1999 ജൂൺ 1. ഓക്കെ, അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തും സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇവിടെ ഇമെയിൽ അഡ്രസ്സ് കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം കൺഫേം ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളിടത്ത് വീണ്ടും ആ ഒരു സെയിം ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കൺട്രി കോഡ് എന്നുള്ളിടത്ത് 91, നമ്മൾ ഇന്ത്യയിലാണുള്ളത് കൊണ്ട് തന്നെ നമ്മൾ 91 എന്നതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതല്ല മറ്റേതെങ്കിലും കൺട്രിയുടെ മൊബൈൽ നമ്പർ ആണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇവിടെ കൺട്രി കോഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇമെയിൽ അഡ്രസ്സും മൊബൈൽ നമ്പറും എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഐ എഗ്രി എന്നത് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടാണ് കൺഫേം ചെയ്യേണ്ടത്. അപ്പം ഞാനവിടെ ഇത്രയാണ് ചെയ്യേണ്ടത്. ഇമെയിൽ ID, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ പാസഞ്ചറിൻ്റെ പേര് വന്നിട്ടുണ്ട്. അഡൽട്ട് കാറ്റഗറിയിലാണ്. ഈ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ കുറേ കാര്യങ്ങൾ ആഡ് ഓൺസ് ആഡ് ചെയ്യാം. വേണമെങ്കിൽ സീറ്റ് പ്രിഫർ ചെയ്യാം, അല്ലെങ്കിൽ മീൽസ് ആഡ് ചെയ്യാം,
അതുപോലെ തന്നെ എന്തെങ്കിലും അസിസ്റ്റൻസിൻ്റെ ആവശ്യമുണ്ട്, വീൽ ചെയർ അസിസ്റ്റൻസിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് റിക്വസ്റ്റ് ചെയ്യാം. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല, വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ചെക്കൗട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് പേയ്മെൻറ്റ് സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ ഒന്നുകിൽ ടാറ്റയുടെ ഒരു ഇൻഷുറൻസ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഷുറൻസ് വേണ്ടെങ്കിൽ വേണ്ട എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം അതിനുശേഷം ഇവിടെ പേയ്മെൻറ്റ് മെത്തേഡ്സ്, ഇവിടെ പല പേയ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ നെറ്റ് ബാങ്കിങ് എന്നതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് ബാങ്കിങ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം പേ INR എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. നമുക്കിവിടെ UPI മെത്തേഡ് ഉണ്ട്, അല്ലെങ്കിൽ റുപ്പേ ഉണ്ട്, വാലറ്റ് ഉണ്ട്, EMI, അങ്ങനെ കുറേ മെത്തേഡ്സ് ഇവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് എന്നാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം മേക്ക് പേയ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ നമ്മുടെ യൂസർ നെയിം പാസ്വേഡും അടിച്ച് അകത്തേട്ട് കയറിയതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ കംപ്ലീറ്റ് പേയ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ വെബ്സൈറ്റിലേക്ക് റീഡയറക്റ്റ് ആകുന്നതും, അതുപോലെ തന്നെ നമ്മുടെ ഇമെയിൽ ID യിലേക്ക് നമ്മൾ ചെയ്ത ടിക്കറ്റ് കൺഫേം ആയിട്ട് നമുക്കൊരു മെസ്സേജ് ആയിട്ട് ലഭിക്കുന്നതുമായിരിക്കും. ഞാൻ ആ മെസ്സേജ് ആയിട്ട് ലഭിച്ചത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഞാൻ ആ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് കണ്ടോ, ഞാൻ ആ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ അതിന് ഇവിടെ കൊച്ചി ടു ഡൽഹി ബുക്കിംഗ് സ്റ്റാറ്റസ് ഓക്കെ കൺഫേംഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസും പാസഞ്ചർ ഡീറ്റെയിൽസും ഒക്കെ കാണാൻ സാധിക്കും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടിക്കറ്റ് എയർപോർട്ടിൽ കൊടുത്ത് നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതപ്പം ഒരു 48 മണിക്കൂർ മുമ്പ് തൊട്ട് നമുക്കിത് വെബ് ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നെങ്കിലും മൊബൈൽ ഉപയോഗിച്ച് തന്നെ വെബ് ചെക്ക് ഇൻ ചെയ്ത് ട്രാവൽ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ പോയിട്ടാണെങ്കിലും നമുക്ക് വെബ് ചെക്ക് ഇൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയാണ് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ഒരു എയർ ഇന്ത്യയുടെ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ച്. അപ്പം കൃത്യമായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യാൻ നോക്കുക. എങ്കിൽ നിങ്ങൾ ലൈക്കും സപ്പോർട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിക്കുന്നു ഇത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന്. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.